ഊണിന്റെ മേളം ആരോഗ്യമുള്ള ഭക്ഷണം എന്ന പാഠ്യവിഷയത്തെ ആസ്പദമാക്കി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ രുചി ഉത്സവം 2024 എന്ന പേരിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചു. തമിഴ് മലയാളം ഭക്ഷണ രുചിഭേദങ്ങളുടെ കലവറയായി മാറിയ മേള സന്ദർശകർക്ക് രുചിക്കൂട്ടുകളുടെ നവ്യ അനുഭവമായി മാറി. ഇൻസ്റ്റന്റ് ഫാസ്റ്റ് കോണ്ടിനെന്റൽ ഫുഡുകളുടെ അതിപ്രസരമായി മാറിയ ഈ കാലഘട്ടത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങളുടെ ഗുണങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ രുചി വിഭവം 2024 എന്ന പേരിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചത്. 4ാം ക്ലാസ്സിലെ ഊണിന്റെ മേളം, 3ാം ക്ലാസ്സിലെ ആരോഗ്യകരമായ ഭക്ഷണം എന്നീ പാഠ്യവിഷയങ്ങൾ ആസ്പദമാക്കിയായിരുന്നു മേള. കുട്ടികൾ മാതാപിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. ധാന്യപദാർത്ഥങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ പുതിന, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ ആരോഗ്യ സംരക്ഷക പച്ചക്കറികളിൽ നിന്നും തയ്യാറാക്കിയ ഇഡലി, അപ്പം തുടങ്ങിയ ഭക്ഷണങ്ങളും ഇതോടൊപ്പം തമിഴ്നാടൻ ഭക്ഷണ വിഭവങ്ങളായ കമ്പംകൂള്, പുളിസാദം, ലെമൺ റൈസ്, തൈരുസാദം എന്നിവയും ഭക്ഷണമേളയെ വേറിട്ടതാക്കി. കുട്ടികൾ ഇപ്പോൾ ഈ നിലവിലുള്ള ഈ കാലഘട്ടത്തിൽ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികൾ കൈമുതലാക്കുക എന്നീ ലക്ഷ്യം വെച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് LP സ്കൂളിൽ കഴിഞ്ഞ വർഷം ഫ്രൂട്ട് ഫെസ്റ്റിവലാണ് വളരെ വിജയകരമായി നടത്തിയത്. ഈ വർഷവും ഈ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയും അതിന് നമ്മുടെ PTA-യും അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷ്യമേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ എത്തിയ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, പീരുമേട് BPO അനീഷ് തങ്കപ്പൻ, BRC ട്രെയിനർ C ആര്യ തുടങ്ങിയവർ നാടൻ വിഭവങ്ങളുടെ പ്രദർശനം സന്ദർശിച്ചു. സ്കൂൾ അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് രുചിഭേദം 2024 എന്ന പേരിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചത്.